ദുരനുഭവങ്ങളെ തുടർന്നാണ് മലയാള സിനിമ താൻ ഉപേക്ഷിച്ചു പോയതെന്ന് പ്രശസ്ത തെന്നിന്ത്യൻ നടി കസ്തൂരി പറയുന്നു. സംവിധായകനും പ്രൊഡക്ഷൻ മാനേജരും വളരെ മോശമായി പെരുമാറി. പ്രൊഡക്ഷൻ മാനേജറുടെ മുഖത്തടിച്ച ശേഷം താൻ സെറ്റ് വിട്ടു. ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നതോട് തനിക്ക് ബഹുമാനമുണ്ട്. തമിഴിൽ ഖുഷ്ബു ഉൾപ്പെടെ ആരും ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരിക തെളിവുകളില്ലെങ്കിലും റിപ്പോർട്ട് ഒരു തുടക്കമാണെന്നും കസ്തൂരി 24-നോട്. In the industry, I have faced some idiots, especially in a Malayalam film. That is why I stopped acting in Malayalam. Cheap behavior. The production itself, there was multiple people in the production side who were that production manager got a slap from me. If I say the director's name, poor guy, he's dead. Try பண்ணலாமே அப்படினா அவங்களுக்கு there is no sense. They don't have sense. I'm appreciating the courage shown by the women of Kerala. இங்கே தமிழ்நாட்டில் ஒருத்தர் கூட பேசுறதுக்கு கூட பயப்படுறாங்க. They are afraid to talk. People like Khushbu are afraid to talk. ஹேமா கமிட்டி ரிப்போர்ட் மாதிரி இன்னும் 1000 ரிப்போர்ட்ஸ் வந்தாலும் யூஸ் இருக்காது. Until government passes laws and people start respecting any women. இந்த ரெண்டு தான் ஃபர்ஸ்ட் வேணும். ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. മനീഷ് മൂർത്തി കസ്തൂരിയുമായി സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനീഷ് മൂർത്തി, ഗുഡ് മോർണിംഗ്. കസ്തൂരിയുമായി താങ്കൾ സംസാരിച്ചോ? എന്താണ് അവരുടെ അഭിപ്രായം? ഗുഡ് മോർണിംഗ്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. പക്ഷെ പേര് പറയാൻ എന്തായാലും കസ്തൂരി തയ്യാറല്ല. കാരണം കസ്തൂരി പറഞ്ഞത് അവരുടെ ആ സംവിധായകൻ എന്തായാലും മരിച്ചു. അതുകൊണ്ട് തന്നെ താൻ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. തല്ലിയത് പ്രൊഡക്ഷന്റെ മാനേജരെയാണ്, ആ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജരെയാണ് തല്ലിയത്. അയാൾ ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ പേരുകൾ പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ തന്നെ അങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കാനോ ഒന്നും തന്നെ ആരും ശ്രമിക്കേണ്ട. അതിനെന്തായാലും താൻ നിൽക്കില്ല. പ്രധാനപ്പെട്ട കാരണം താൻ വളരെ ബോൾഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ തന്റെ അടുത്തേക്ക് ആരും ആ രീതിയിൽ വരില്ല. പക്ഷെ എന്നാലും ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ്, അതായത് പ്രൊഡക്ഷൻ മാനേജറുടെ മുഖത്തടിച്ചുകൊണ്ടാണ് താൻ മലയാള സിനിമയിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടില്ല. ഒപ്പം അഭിനയിച്ച നായകന്മാരിലൊക്കെ വളരെ നല്ല ആളുകളുണ്ട്. പക്ഷെ എങ്കിലും പലയിടങ്ങളും, അതായത് മുഴുവൻ മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ചല്ല താൻ പറയുന്നത്, ചില വ്യക്തികളെ കുറിച്ച് മാത്രമാണ് എന്നുള്ളതും കസ്തൂരി പറയുന്നുണ്ട്. അതായത് ഒരു സിനിമയുടെ അഭിനയത്തിനിടയ്ക്ക് പലതവണ ഇതിനുവേണ്ടി ശാരീരികമായി ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തായാലും ഉണ്ടായി. സംവിധായകന്റെ ഭാഗത്തു നിന്നുണ്ടായി, പ്രൊഡക്ഷൻ മാനേജറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ അവസാനം ആ സിനിമ സെറ്റിൽ വെച്ച്, അത് മാത്രമല്ല ഇവർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സംവിധായകൻ മരിച്ചു, അതുകൊണ്ട് പേര് പറയുന്നില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ആ സിനിമയിലെ നായികയ്ക്ക് പോലും പിന്നീട് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ താൻ ആ പേര് പറയുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള 1000 റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീരില്ല. അതിന് സർക്കാരുകൾ കൃത്യമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തണം, കൃത്യമായ നിയമങ്ങൾ വരണം. മാത്രമല്ല ആദ്യം മാറേണ്ടത് ആളുകളുടെ കാഴ്ചപ്പാട് തന്നെയാണ് എന്നും ഈ പറഞ്ഞ രീതിയിൽ കസ്തൂരി പറയുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴകത്ത് സമാനമായ രീതിയിലുള്ള സമിതി ഉണ്ടാക്കണം എന്നുള്ളത് നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിശാൽ പറഞ്ഞിരുന്നു. ഇതിന് കമന്റായി അവർ പറഞ്ഞത് എന്തായാലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കട്ടെ, പക്ഷേ സമിതികൾ കൊണ്ട് മാത്രം കാര്യമല്ല. വിശാലിനെ പോലുള്ള ഒരു നടൻ വളരെ പവർഫുൾ ആയിട്ടുള്ള നടനാണ്. അവർക്കൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം. ഇത് സാധാരണ നിലയിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്. തങ്ങൾ വന്നാൽ സംരക്ഷിക്കും, സ്ത്രീകൾക്ക് ഏത് സഹായം വേണമെങ്കിലും ചെയ്യും എന്നുള്ളതൊക്കെ സാധാരണ നിലയിലുള്ള പറച്ചിലുകൾ മാത്രമാണ്. പക്ഷേ ആ പറച്ചിലുകളിൽ ഒന്നും തന്നെ കാര്യമില്ല. കൃത്യമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്നും കസ്തൂരി പറയുന്നു. എന്തായാലും മലയാള സിനിമയിൽ നേരിട്ട ദുരനുഭവം, ആ ദുരനുഭവത്തിന്റെ പേരിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ അവർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഇന്നലെ അവർ നമ്മളോട് പറഞ്ഞത്. എസ്. താങ്ക് യു. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് തെന്നിന്ത്യയിലെ താരം കസ്തൂരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പീഡനങ്ങൾ ഭയന്ന് ഒരാൾ മലയാള സിനിമ വിട്ടുപോയി എന്നാണ് തമിഴ്നാട്ടുകാരിയായ കസ്തൂരി പറയുന്നത്. ആ വാക്കുകളിലേക്ക് വീണ്ടും. In the industry, I have faced some idiots, especially in a Malayalam film. That is why I stopped acting in Malayalam. Cheap behavior. The production itself, there was multiple people in the production side who were that production manager got a slap from me. If I say the director's name, poor guy, he's dead. Try பண்ணலாமே அப்படினா அவங்களுக்கு there is no sense. They don't have sense. I'm appreciating the courage shown by the women of Kerala. இங்கே தமிழ்நாட்டில் ஒருத்தர் கூட பேசுறதுக்கு கூட பயப்படுறாங்க. They are afraid to talk. People like Khushbu are afraid to talk.
ஹேமா கமிட்டி ரிப்போர்ட் மாதிரி இன்னும் 1000 ரிப்போர்ட்ஸ் வந்தாலும் யூஸ் இருக்காது. அன்டில் கவர்மெண்ட் பாசஸ் லாஸ் அண்ட் பீப்புள் ஸ்டார்ட் ரெஸ்பெக்டிங் எனி விமன். இந்த 2 தான் ஃபஸ்ட்டு வேணும். തന്നോട് മോശമായി പെരുമാറിയ സംവിധായകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് കസ്തൂരി പറയുന്നത്. ആരാണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ പ്രൊഡക്ഷൻ മാനേജറുടെ കവളത്തടിച്ചതിന് ശേഷമാണ് താൻ മലയാള സിനിമ വിട്ടത് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഫോർമലായിട്ടൊരു പരാതി കസ്തൂരി കൊടുക്കുമോ എന്ന് നമുക്ക് അറിയില്ല.